അർജന്റീന സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനൽ മാച്ച് എന്താണ് അവസ്ഥ? കൊളംബിയനെക്കാൾ എളുപ്പമായിരിക്കുമോ? ഇന്ന് വേറെ മാച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രഡിക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എപ്പിസോഡ് ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് ഇന്നലത്തെ വിധി ഇവിടെ തന്നെ പറഞ്ഞേക്കാം. ഇന്നലെ അർജന്റീന ഈജിപ്റ്റ് മാച്ച് നമ്മുടെ ക്ലോഡയായി പ്രഡിക്റ്റ് ചെയ്തത് 3-1 ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 2-0 കളി 3-2 അർജന്റീനയിൽ തീർന്നു. ആൻഡ് സ്വിറ്റ്സർലാൻഡ് കൊളംബിയ ക്ലോഡ് പ്രഡിക്റ്റ് ചെയ്തത് 2-1 ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 3-0 രണ്ട് പേരും കൊളംബിയ ജയിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം അർജന്റീന മാച്ച് ഈജിപ്റ്റ് പിടിച്ചു എന്ന് പറയുമ്പോഴും ഈജിപ്റ്റ് ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത് 12 മിനിറ്റിൽ 3 ഗോൾ കംബാക്ക്. ആൻഡ് ഇന്നലെ മാച്ച് റിവ്യൂ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു ഇവൻ അർജന്റീനയെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ജയിച്ച ടീമിനെ പറ്റിയുള്ള വർത്താനം ഞാൻ വേൾഡ് കപ്പ് വർത്താനം എപ്പിസോഡിൽ പറയാം. മാച്ച് കഴിയുമ്പോൾ തോറ്റ ടീം നല്ലോണം കളിച്ചാൽ, അണ്ടർ ഡോഗ്സ് നല്ലോണം കളിച്ചാൽ അവർക്ക് കൂടുതൽ കയ്യടി. ഇവിടെ ഞാൻ പറയുന്നു അർജന്റീനയുടെ കംബാക്ക് കിടിലമായിരുന്നു. ഓൾസോ ഓൾ ദ റൈറ്റ് മൂവ്സ്. ഇപ്പോൾ ഇന്നലെ മിസ്സായ ആൾക്കാർ പാരഡൈസിന്റെ നല്ല സാധനം, അതേപോലെ തന്നെ ലോട്ടാരോ മാർട്ടിനസിന്റെ ലാസ്റ്റ് ക്രോസ് പുള്ളിക്കറിയായിരുന്നു ആരെവിടെ പിക്ക് ചെയ്യണമെന്ന്. ആൻഡ് ക്രിസ്ത്യൻ റൊമേറോ നമ്മുടെ എൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ കിടിലം. അപ്പം ഓൾസോ മെസ്സിയുടെ കാര്യം എടുത്ത് പറയണ്ടല്ലോ, നമ്മളെല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സോ അർജന്റീന അങ്ങനെ നമ്മൾ ഓരോ ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഫൈറ്റ് ഉണ്ട് ഇതുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ ഇപ്പോഴും മാറുന്നില്ലല്ലോ. ആദ്യത്തെ 2 ഗോൾ വീണത് കൗണ്ടറിലാണ് വീഴുന്നത്, ട്രാൻസിഷനിലാണ് വീഴുന്നത്. ഇവർക്ക് എന്ത് അർജന്റീനക്ക് ആ ഒരു ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതാണോ പ്രശ്നം, അതോ ഡിഫൻസ് വീക്ക് ആവുന്നതാണോ പ്രശ്നം, മിഡ്ഫീൽഡ് ഗ്യാപ്പ് വരുന്നതാണോ പ്രശ്നം? അവർക്ക് ഇപ്പോഴും ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു മിസ്സാണ്. ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടും അർജന്റീനക്ക് ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൈഡ് ടു സൈഡ് പാസ് പോകാൻ പറ്റുന്നുണ്ട്, ഡ്രിബിൾസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി ക്ലിനിക്കൽ ആവണം. നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന അതേ കാര്യങ്ങൾ. ഫ്രണ്ടിലുള്ളവർ ക്ലിനിക്കൽ ആവണം, മെസ്സി ഒഴിച്ച് ബാക്കി എല്ലാവരും. അവിടെ തന്നെയാണ് ഇപ്പോഴും പ്രശ്നം കിടക്കുന്നത്. ആൻഡ് ഇല്ലെങ്കിൽ ലോങ് ബോൾ അത് വേറെ. ഈ പറഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ എങ്ങനെയൊക്കെ മാറി, ഫുട്ബോൾ ഓരോ പുതിയ ടാക്ടിക്സ് വന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും ഈസി സാധനം മൈറ്റ് ബി ദ മോസ്റ്റ് ഒബ്വിയസ് വൺ. അതായത് ഈജിപ്തിനെ പോലെ ഒരു ടീം ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടറിൽ പിടിക്കുക. അത് ഇപ്പം നമ്മൾ ബ്രസീൽ പുറത്തായപ്പോൾ ഞാൻ പറഞ്ഞ ആൻസലോട്ടി ചിലപ്പോൾ കളിക്കാൻ നോക്കിയത് അത് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് ബോൾ വേണ്ട, ഞങ്ങൾ ബ്രേക്കിൽ പിടിച്ചോളാം. ഏറ്റവും ഈസി സൊല്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും ഒബ്വിയസ്. അപ്പോൾ അത് പിടിക്കാൻ പറ്റുന്ന ഒരു ടീം, പ്രൊആക്റ്റീവ്ലി റിയാക്ട് ചെയ്യുന്ന ഒരു ടീം അവിടെ വേണം. അതാണ് അർജന്റീനയുടെ മിസ്സായിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇനി എന്താവും അറിയില്ല. കാരണം അടുത്ത ഫേസ് ചെയ്യാൻ സ്വിറ്റ്സർലാൻഡിനാണ്. സത്യം പറയാമല്ലോ, ഞാൻ കൊളംബിയ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുക കളിയായിരുന്നു. പക്ഷേ സ്വിറ്റ്സർലാൻഡ് നൈസായിട്ട് എല്ലാ മാച്ചും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇപ്പം ഇന്നലെ ആണെങ്കിലും ഇത്രയും എനിക്ക് തോന്നുന്നു 120 മിനിറ്റ്സ് അവർ 2 ടീമും കളിച്ചില്ല. ആൻഡ് ഞാൻ 70ാമത്തെ മിനിറ്റിൽ ഞാൻ കിടന്ന് ഉറങ്ങി. ബാക്കി ഹൈലൈറ്റ്സ് കണ്ടത്. ഇനി ഒരു ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊടുത്തിരുന്നെങ്കിലും ചിലപ്പോൾ ടീം അടിക്കില്ലായിരുന്നു. കാരണം അറ്റംപ്റ്റ്സ് കൂടുതലായിരുന്നു കൊളംബിയക്ക്. പക്ഷേ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഓൾമോസ്റ്റ് സെയിം, പൊസിഷൻ ഓൾമോസ്റ്റ് സെയിം, പാസസ് ഓൾമോസ്റ്റ് സെയിം. എന്തോ മിസ്സിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് പക്ഷേ സ്വിറ്റ്സർലാൻഡ് ബെറ്റർ. ആൻഡ് അവരുടെ ഗോൾ കീപ്പർ കൊവൽ പുള്ളി